Your name is Preeti Mukundan. I would like to call you Pretty Mukundan. You're so pretty. Oh, thank you. കല്യാണത്തിന് ശേഷം പൂക്കിയായി മാറിയ ഒരു സിഗ്മയാണത്. ഞാൻ പൂക്കിയൊന്നുമല്ല. உங்களுக்கு எந்த பிடிக்கும்? சிக்மா பிடிக்குமா பூக்கி பிடிக்குமா? என்னன்னு தெரியாது. ஏய் ஹலோ எனக்கு பூக்கி தான் பிடிக்கும். இவங்க வந்து ரோஸ்டிங் கிங் தெரியுமா? ஆமா ആമ മാത്രമല്ല എല്ലാ இல்ல റോസ്റ്റും நான் வீடியோஸ் സിഗ്മയായിട്ട് തിരിച്ചു വരാൻ താല്പര്യമുണ്ടോ? ഞാൻ സിഗ്മയാണ് മനസ്സുകൊണ്ട് ഇപ്പോഴും. ഞാൻ കേട്ടിരിക്കேன் அங்க இருந்து உங்களுக்கு டாஸ்க் வேணும் வேணும்னு. ടാക്സി വേണമെന്ന് പറഞ്ഞിരുന്നു പോകണം. ടാസ്ക് എല്ലാവർക്കും വെറൈറ്റി പീരിയഡ് പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ നമ്മൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് മെയിനെ പ്യാർ കിയ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ശ്രീകാന്ത് വെട്ടിയാർ, കുട്ടി, ഋതു ആൻഡ് ഈ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ യുവർ നെയിം ഈസ് പ്രീതി മുകുന്ദൻ. ഐ വുഡ് ലൈക്ക് ടു കോൾ യു പ്രിറ്റി മുകുന്ദൻ. യു ആർ സോ പ്രിറ്റി. Oh, thank you. ആൻഡ് അർജു. ഹായ്, നമസ്കാരം. Why is so pretty? First of all, let's start from Oh there. my god. தெரியல. தெரியலையா? உங்க இந்த அழகுட சீக்ரெட் என்ன? Oh my god. Secret of your beauty because you are very pretty. என்னது? அர்ஜுன். நான் வந்து இந்த மாதிரி ஒரு அழகு எங்கேயும் பார்த்ததில்லை. ഇത് சொல்லி ആകണം. நான் சொல்லி ஆகணும் இந்த அழகு. Okay, so मैंने प्यार किया. എന്താ? இந்த क्वेश्चन எனக்கு பிடிக்கல. பிடிக்கலையா? நல்ல क्वेश्चन தானோ சொல்றேன். You look so beautiful. Thank you. Okay. അർജു കുറേ നാളായിട്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നത് ഈ ഒരു സാധനമായിട്ട് ഒരു കംബാക്കിന് വേണ്ടിയിട്ടായിരുന്നു. എന്തോ വെച്ചിട്ടുണ്ട് കേട്ടായിരുന്നു. ആ ഇതുകൊണ്ട് വേറെ കുറച്ച് ഇനിയുണ്ടോ? കാര്യങ്ങൾ. ഇതാണ് മെയിൻ. ഇല്ല, നമ്മള് ഇതൊരു ലവ് സ്റ്റോറി ആണല്ലേ, പക്ഷെ പോസ്റ്റേഴ്സിലൊക്കെ കാണുമ്പോൾ ഭയങ്കര വയലൻസ് ആണല്ലോ. കത്തി, ഇതവിടെ കത്തി, അവിടെ ബ്ലഡ്, എന്താ ഇത്? ആരെങ്കിലും പറ. இல்ல அது போஸ்டர் ஒரு கியூரியாசிட்டி கிரியேட் பண்றதுக்காக போஸ்டர் மட்டும் அப்படி. பட் படம் வேற மாதிரி. പടം വേറെ മാതിരിയാ. ஆமா. പടം ഒരു ഫുൾ പാക്കേജ് ആണ്. ആക്ഷൻ, കോമഡി, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ എല്ലാ പാക്കേജ് ആണ്. ഇമോഷൻസ് എല്ലാം ഉണ്ട്. എല്ലാ അത്രയും ഇമോഷൻസും ഒരു ഫുൾ പാക്കേജ് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ ഇതെന്താണ് ഇങ്ങനെയൊക്കെ, ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ ചെയ്ത പോസ്റ്ററാണിത്. ഓക്കെ, അപ്പൊ ഇതൊന്നും സിനിമയിലില്ല? ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. വേറെയും അതായത് ഇപ്പൊ മേനെ പ്യാർ കിയ എന്ന പേര് കേൾക്കുമ്പോ അങ്ങനെ ഒരു ലവ് സ്റ്റോറി ആണെന്ന് വിചാരിക്കും. അപ്പൊ അതിന്റെ ഇതോടെ വരുമ്പോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ കാണുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചോദിക്കാൻ തന്നെ കാരണം അതായിരിക്കുമല്ലോ. ക്യൂരിയോസിറ്റി എല്ലാ പരിപാടികളും ഉണ്ട് ഇതിനകത്ത്. ഒളിപ്പിച്ചു വെച്ചേക്കുവാ ഡയറക്ടർ, ഒളിച്ചിരുന്നിട്ട് എല്ലാം ഒളിപ്പിച്ചു വെച്ചേക്കും. അതാണ് നിങ്ങൾ പടത്തിന് വേറെ മാനി. ഓക്കെ ശരി. എങ്ങനെയുണ്ട് ഇവരൊക്കെ? இந்த பசங்க எப்படி இருந்தது லொகேஷன்ல? இல்ல இந்த எல்லாருமே இந்த பசங்க எல்லாம் லைட்டா இப்படி இருந்தது. ஆமா, கரெக்ட். பட் எனக்கு நல்லா செட் ஆயிடுச்சு. இது எல்லாத்தோட இது கிங். பட் எனக்கு நல்லா செட் ஆயிடுச்சு. ஏன்னா அவங்களும் அப்படிதான். ஓகே, சேம் வைப் கனெக்ட் ஆயிடுச்சு. இவங்க வந்து ரோஸ்டிங் கிங் தெரியுமா? ஆமா. ആമ മാത്രമല്ല എല്ലാ റോസ്റ്റും. இல்ல நான் வீடியோஸ் ആമല്ല, മുയല്, കോഴി, അങ്ങനെ കിട്ടുന്ന എല്ലാം റോസ്റ്റ് ചെയ്യാം. കിട്ടുന്ന എല്ലാം റോസ്റ്റ് ചെയ്യും. ആമ മാത്രമല്ല, മുയല്. നമ്മളെ മറ്റേ പുള്ളിക്ക് ഒരു ഭീഷണി ആവാൻ ചാൻസ് ഉണ്ട്. അതെ. ഈ ലൊക്കേഷനിൽ ആരെങ്കിലും റോസ്റ്റ് ചെയ്ത് അർജു? ലൊക്കേഷനിലുള്ള ഫുള്ള് റോസ്റ്റിംഗ് ക്യാരക്ടർ വേറെ ഔട്ടായി പോയി. ആ ക്യാരക്ടറിനെ അർജു കുറച്ച് മാറ്റി വെച്ച് വേറെ ക്യാരക്ടർ അദ്ദേഹം ക്യാരക്ടർ പിടിച്ചിരിക്കുവായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്നിട്ട് റോസ്റ്റ് ചെയ്യും. വീട്ടിൽ ചെന്നിട്ട്
എന്നിട്ട് ആരാരോ റോസ്റ്റ് ചെയ്തു. രാവിലെ പുള്ളി കണ്ണടയോടെ വന്നിട്ട് ക്യാരക്ടർ പിടിക്കും, വൈകിട്ട് വന്നിട്ട് ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് പിന്നെ റോസ്റ്റ് ചെയ്യും. ക്ലാർക്ക് കെന്റ് സൂപ്പർമാൻ വൈബാണ്. കണ്ണാടി വരുമ്പോ വേറെ ആളോ വേറെ ആളോ. അപ്പൊ മൊത്തം ഇൻട്രോവേർട്ട് ആയിരുന്നോ? അല്ല, ഇൻട്രോവേർട്ട് കല്യാണത്തിന്റെ അന്ന് കല്യാണം വിളിക്കാതിരിക്കും. കല്യാണത്തിന് ശേഷം പൂക്കിയായി മാറിയ ഒരു സിഗ്മയാണത്. உங்களுக்கு புரிஞ்சுதா? நான் என்ன சொல்றேன்? அதுதான் எனக்கே சொன்னாங்க. പുള്ളി இவங்க வந்து ரொம்ப சிக்மா. ஆடியன்ஸை ஏமாத்தி சீட் பண்ணி சிக்மாம் சிக்மான் நம்பாதே, யாராவது சிக்மான்னு சொன்னா நம்பாதே. ஃபார் எக்ஸாம்பிள் இப்போ வந்து சிக்மா வந்து பூக்கி அடிச்சு കിബിടി പൂക്കിയതാ നല്ലത്. யாருக்கு സിഗ്മ ഞാൻ വീഡിയോ കാണാറുണ്ട്. ഉണ്മയാവേ സിഗ്മ ബോറിംഗ് ഇല്ലേ? പൂക്കി ഇല്ലേ കുറച്ച് എന്റർടൈനിങ്. உங்களுக்கு எந்த பிடிக்கும்? சிக்மா பிடிக்குமா பூக்கி பிடிக்குமா? என்னன்னு தெரியாது. ஏய் ஹலோ தெரியும் தெரியும். எனக்கு பூக்கி தான் பிடிக்கும். உங்களுக்கு സിഗ്മ പിടിക്കുമോ പൂക്കി പിടിക്കുമോ? അതെന്താ ചോദ്യം അത്? ஓகே, நான் ஒரு யாரை பார்த்து என்ன கேள்வி கேட்கும்? ഉങ്ങളെ പാത്ത് പൂക്കിയെന്നാ? ഇത് പൂക്കിയാ? ഇങ്ങനെ ലൊക്കേഷൻ മൊത്തം പൂക്കികളായിരുന്നു. நான் வந்து உங்களுக்கு கொஞ்சம் ஸ்மால் டாஸ்க் தரோம். இவங்கள யாரு பூக்கி ஒரு சிக்மா? அந்த வெட்டியார் பூக்கி ஒரு சிக்மா. ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇരുന്നതില്ല, എന്നെ பார்த்ததும் இருந்ததிല്ല. പ്രീതിദാ സിഗ്മ, നമ്മ പൂക്കി. அப்படியா? அது എന്താ അങ്ങനെ പറഞ്ഞു? ഓ നീ തൂക്കി. ஏன்னா പ്രീതിയോട് அந்த இவ்வளவு വരുമ്പോൾ ஸ்வீட்டா സ്റ്റൈൽ பொண்ணை பார்த்து ലൊക്കേഷനിൽ വരുമ്പോൾ മൂന്ന് പേര് സൈഡ് ഞാൻ മ്യൂസിക് മൈൻഡിലിടും. അല്ല ഉള്ളി കമ്മിങ് പേസുമ്പോതെല്ലാം പൂക്കിയതാ. ഉള്ളി പോകുമ്പോൾ സിഗ്മ പേസുമ്പോതാ പൂക്കിയതാ. അല്ല, നമ്മളാദ്യം സീൻ എടുത്തോണ്ട് പ്രീതി ഫസ്റ്റ് ഡേ വരുന്ന സീനായിരുന്നു. അപ്പം ഞങ്ങള് അറിയത്തില്ല, കണ്ടിട്ട് പരിചയപ്പെട്ടൊന്നുമില്ല. അപ്പം ഇവരെന്തോ സീൻ എടുത്തോണ്ടിരിക്കണം. അപ്പൊ അവിടെ കുറച്ച് റീടേക്ക് പോയി. അപ്പം പ്രീതി വന്ന് വെയിറ്റ് ചെയ്യും. അപ്പൊ ഞാൻ വന്നപ്പോ ഡയറക്ടറിനോട് പറഞ്ഞ് പെട്ടെന്ന് പഠിച്ചിട്ടോ, പ്രീതി അവിടെ വെയിറ്റ് ചെയ്യണം, പെട്ടെന്ന് തീർത്തിട്ട് പോകണം. ഞാൻ വന്ന് ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പ്രീതി നമ്മുടെ ലെവലിലേക്ക് ഇറങ്ങിയാണ്. അതാ നോക്കനാണ് ആസെ കൂടെ ഇതൊന്നും ഇല്ല. ഇവിടെ നമ്മളൊക്കെ നോർമലായിട്ട് ജാടയൊന്നും ഇല്ല, ഒരു ജാടയില്ലാണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പാവം. എനിക്ക് തോന്നി ഇവിടെ ഇരുന്ന് ബോറടിച്ചിട്ട് നമ്മുടെ ശബരി ചേട്ടനോട് പറയാം, ഞാനൊരു വോക്കിന് പോയിട്ട് വരാം എന്നൊക്കെ. പ്രീതി ഭയങ്കര സോഷ്യൽ, ലൈക് എല്ലായിടത്തും സെറ്റിൽ എല്ലായിടത്തും സംസാരിക്കുക, എന്താ വേണ്ടേ. என்ன சார் பார்த்து சிரிக்கிறீங்க? തള്ളയിട്ട് ചിരിക്കാൻ തോന്നുന്നു. Okay. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളാണ് ഇവിടെ മെയിൻലി പ്യാർക്കിയ അല്ലെ? നിങ്ങൾ രണ്ടുപേരാണ് പേയേഴ്സ്. അപ്പൊ നിങ്ങള് ഫ്രണ്ട്സ് ആണോ? എല്ലാരും ഗ്യാങ് ആണ്. നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് നിങ്ങളുടെ. ഗാങ്ങായി വരുന്നവനാ ഗാങ്. ഞങ്ങളെ ഈ ലവ് സ്റ്റോറിയുടെ ആളുകൾ. പക്ഷെ അല്ല, ടോണിച്ചേട്ടൻ നമ്മുടെ കോച്ച് മാനേജർ ആണ് ഫുട്ബോൾ ടീമിന്റെ. ഷൈൻ നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് പ്ലെയർ ആണ്. ദഹോ ഒരു പ്ലെയർ ആണ്. സർപ്രൈസ്. കാരണം കുട്ടി വേറൊരു ആവേശം കണ്ടിട്ട് വേറൊരു സാധനം പ്രതീക്ഷിക്കുമായിരിക്കും ആൾക്കാർ. പക്ഷെ ഇതില് വേറൊരു കംപ്ലീറ്റ്ലി വേറൊരു ഗെയിമാണ്. ഗെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാരക്ടർ നല്ല പിടിച്ചിട്ടുണ്ട്. ചേഞ്ച് കാണാൻ പറ്റും. എന്ത് ചിരിക്കണേ. പക്ഷെ ഇത്ര സിമ്പിൾ ആയിട്ട് പ്രൊമോഷൻ ഇരിക്കുന്ന ഒരു ടീമിന് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ലൈക്ക് അങ്ങനെയല്ല, ഭയങ്കര സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ഒരു ജാടയില്ലാത്തൊരു ടീം. എനിക്കൊരു ജാട പറയല്ലേ, ജാട ഇറക്കാൻ നോക്കുവാണ്. ഭയങ്കര സിമ്പിൾ ഡ്രസ്സിങ് ആണെങ്കിലും കുട്ടിയൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളാ, ഞാൻ പറയുന്നില്ല. പറയുന്നില്ല. പക്ഷെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ ആദ്യമാണ്. സത്യങ്ങൾ പറയാൻ വേണ്ട, പറയണോ? വേണ്ടല്ലോ. വേണ്ട വേണോ? വേണ്ട വേണ്ട കട്ട്. ഓക്കെ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടീമിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു സിഗ്മയിൽ നിന്ന് പൂക്കിയിലേക്ക് അതിനുള്ള അതെന്താ അറിയോ? എല്ലാരും റോസ്റ്റ് ചെയ്യുന്ന അർജുൻ കല്യാണത്തിന് ശേഷം വൈഫ് ചോദിക്കാം, എന്റെ മേക്കപ്പ് ഏതാ, ഇതിലേതോ ലിപ്സ്റ്റിക്. എങ്ങനെയുണ്ട് ആ ഒരു ട്രാൻസിഷൻ?
ട്രാൻസിഷൻ ഒന്നുമില്ല. അത് ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഞാനോ വീഡിയോ ഇടുന്നില്ല. ആളുകൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ? ഞാൻ പറഞ്ഞാണ് ഞാൻ വീഡിയോ ഇടുന്നില്ല, അപ്പൊ പിന്നെ റെന്റൊക്കെ അവള് കൊടുത്തോളാം എന്ന് പറഞ്ഞോണ്ട് ഞാൻ അങ്ങ് വരുന്നു കൊടുക്കുന്നതേ ഉള്ളൂ. മേക്കപ്പ് നമ്മള് പണിയെടുക്കണം, കോണ്ടന്റ് ഒക്കെ നമുക്ക് ചെയ്ത് എഡിറ്റ് ഒക്കെ ചെയ്ത് ഇതാവുമ്പോ അവളുടെ കൂടെ ഇരുന്ന് കൊടുത്താൽ മതി. അവളൊക്കെ പൈസ കൊണ്ടുവരുന്നത് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു മെയിനെ പ്യാർക്കിയ റൗണ്ട് തരാം. തരൂ. മെയിനെ ഓരോരുത്തരായിട്ട് ചോദിക്കാം. ചോദിച്ചോളാം. ഓക്കെ, മെയിനെ പ്യാർക്കിയയിൽ തുടങ്ങുന്ന സോങ്സ്. സോങ്സ് ഉണ്ടല്ലോ, മേനെ പ്യാർ കിയ സിഡി മ്യൂസിക്കത്തില് പാട്. പാടണോ? പാടാ. പാട്. मैंने प्यार किया प्यार किया तो डरना क्या, मैंने എല്ലാരും പഠിക്കും. प्यार किया तो डरना क्या, कयामत से कयामत तक हम तुम्हारे कसम सिलसिले प्यार में. ബാക്കി ആർക്കും അറിയോ? ബാക്കി മതി. ഇത്ര പാടിയില്ലേ? ഓക്കെ ഓക്കെ. അർജുനാണോ അപർണയാണോ ആദ്യമായിട്ട് മെയിനെ പ്യാർക്കിയാന്ന് പറഞ്ഞത്? ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഫൈസലാ പറഞ്ഞത്. പറഞ്ഞില്ല നിങ്ങള്? എന്നോട് ഫൈസലാ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവും. അദ്ദേഹത്തോടും ഫൈസലാ പറഞ്ഞത്. ഞങ്ങള് പറയാണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് സെറ്റായി. നാച്ചുറൽ ലവ് ബോണ്ട്. ഓ ഓക്കെ. ചിലതൊന്നും പറയേണ്ടതില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉങ്ങളുടെ അടുത്ത് ഫസ്റ്റ് വന്ന് മെയിനെ പ്യാർക്കിയാന്ന് சொன்னது யாரு? ഫൈസൽ. ലൈഫില് വന്ന് வேற மாதிரி இருக்கு. ആ കല്യാണോ? പൈസ ഇനി പെണ്ണ് കേട്ടത്തിന് ഡയറക്ടറിന് പറഞ്ഞിട്ട് ആ യാരെ വന്ന് ഫസ്റ്റ് മെയിനെ പ്യാർക്കിയ? ஸ்கூல்ல ஒரு பையன், அவ்வளவுதான். ஸ்கூல்ல ஒரு பையன். ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിരിച്ച് ആദ്യമായിട്ട് ആരോടെ മെയിനെ പ്യാർക്കിയാന്ന് പറഞ്ഞത്? അല്ല அப்படி இல்ல, ரொம்ப ஃபர்ஸ்ட் டைம். ஏன் இதுக்கும் இதே கேள்வி கேட்கலாம்? ஆமா, അതല്ല ഇല്ല ഇല്ല, അത് വന്ന് പ്രീതിക്കിட்ட யாரு ഫസ്റ്റിലെ മെയിനെ ഓ ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞതല്ലേ? ഉങ്ങൾക്ക് നീ മലയാളം മലയാളത്തിൽ ഋതുവിനോട് ആദ്യമായിട്ട് ആരാ മെയിനെ പ്യാർക്കിയ? എന്നോടല്ലേ? ഉണ്ട്. 6th പഠിക്കുമ്പം എന്റെ 1 year സീനിയർ ഒരു പെണ്ണുണ്ട്. പേര് പറയണോ? വേണ്ട അപ്പം കൊച്ചും ഒരു ഗ്യാങ് ഓഫ് ഗേൾസ് എല്ലാവരും ഗ്യാങ് ആയിട്ട് വന്നു. ഒന്ന് സംസാരിക്കണം, താഴെ വരൂ. എന്നാ താഴെ കൊണ്ടുപോയി ഞാൻ പേടിച്ചത് എന്തുവാ, ഗ്യാങ് ഓഫ് ഗേൾസ് ഉണ്ട്. ഈ പെണ്ണ് വന്നിട്ട് പറയാൻ വന്നിട്ട് ഈ കൊച്ചിന് ഇഷ്ടമായിട്ടോ എന്നിട്ട് അവരെ ഓടിപ്പോയി. അതായിരുന്നു ഫസ്റ്റ്. ഇത് ചൊല്ലിയാകണം. കുട്ടീനോട് ആരാ പറഞ്ഞ ആദ്യമായിട്ട് മെയിനെ പ്യാർക്കിയ? ഞാൻ അയനമീന്ന് പറഞ്ഞേ. അയനമീ അത് തന്നെ അതന്നെയാ. അത് തന്നെ ആരോടാ പറഞ്ഞു? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊച്ചിനോട് അത്ര പറഞ്ഞു. എന്നിട്ട് സുഖമായി ജീവിക്കുന്നു. ആര്? അവര് വേറെ അല്ലേ കെട്ടിയത്? ഓക്കെ, വെട്ടിയാരോ? ഞാനോ? എനിക്ക് ഒരുപാട് ഓർത്തെടുക്കേണ്ടി വരും. ലിസ്റ്റ് കൈ വേണം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 8ാം ക്ലാസ്സിലോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ രണ്ട് ഭാഷയും പറയണം. മലയാളം അറിയണം. മലയാളം 8ാം അറിയാം. ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു. ആ അത് ഞാൻ ലവ് ലെറ്റർ എഴുതി കൊടുക്കുമായിരുന്നു. ആ അന്ന് ലവ് ലെറ്റർ ഒക്കെ ഉണ്ട്, ആ. എഴുതി കൊടുക്കുമായിരുന്നു. എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ കഴിഞ്ഞ ഇന്റർവ്യൂല് വേറൊരു കഥയാണ് പറഞ്ഞു. അത് അത് അതിന് വേറെ ചോദ്യമായിരിക്കും. വേറെ ചോദ്യമായിരിക്കാം. വേറെ ഉത്തരം പറയും. ഏതാ? മറ്റേ കോളേജിന്റെ മൂവിയുടെ ഇന്റർവ്യൂല് വന്നപ്പോ വേറെ ഏതോ ഒരു ലവ് സ്റ്റോറി. അത് കോളേജിലെ ലവ് സ്റ്റോറി അല്ലേ? ഇത് ഫസ്റ്റ് ലവ് സ്റ്റോറി. இந்த பையனுக்கு ரொம்ப லவ் ஸ்டோரிஸ் இருக்கு. நான் இதுக்கு முன்னாடி 2 times ഇന്റർവ്യൂ എടുത്തിருக்கேன். ஆமா. അപ്പൊ പറഞ്ഞു കൊള്ളാം പ്രീതി. അതൊരു പരീക്ഷ സമയത്താ പറയാ, ക്രിസ്മസ് പരീക്ഷ തുടങ്ങുമ്പോ സമയത്തിൽ എഴുതി കൊടുത്തു. എന്ത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, എഴുതി കൊടുത്തു. അപ്പൊ ഞാൻ എങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരു ലവ് ലെറ്റർ തിരിച്ചു തന്നു ആ പരീക്ഷ കഴിഞ്ഞപ്പോ. അതാണ് എന്താ കിട്ടിയേ തിരിച്ച്? ഐ ലവ് യു എന്ന് പറഞ്ഞു. തിരിച്ചു കിട്ടി? ആ തിരിച്ചു കിട്ടി. സെറ്റായി. എത്ര നാള് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു? 1 വർഷം. അത് കഴിഞ്ഞ് അവര് സ്കൂള് മാറിപ്പോയി. അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത്. അതെ, ഞാൻ കാരണമാണെന്ന് തോന്നുന്നു സ്കൂളിൽ മാറി. ചുമ്മാ ഇരുന്ന അല്ലല്ല,
അതായത് അവര് ദൂരമാണെന്ന് പറയട്ടെ, ദൂരം അവര് സ്കൂളിലേക്ക് വരാൻ ഭയങ്കര ദൂരമാണ്. അവരപ്പോ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, സ്കൂളിൽ നല്ല ദൂരമുണ്ട്. അപ്പൊ അവര് അടുത്തുള്ള ഒരു സ്കൂളിലോട്ട് പോയി. പിന്നെ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ദൂരം ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ. ആ കൊച്ചിന്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി ആവണം എന്ന് മനസ്സിലായി. അതെ അതെ, ഒരു ഡിസ്റ്റൻസ് അങ്ങനെ അവര് പോയി. ഇത്രയും കൈ കാണുമ്പോ ഇവിടെ നിന്നാ മതി. അതായിരുന്നു ഓക്കെ. ഇതൊരു റൊമാൻറ്റിക് മൂവി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് മൂവി ഏതാ? പെട്ടെന്ന് ചോദിക്കുമ്പോൾ ലാഗ് ആയി പോകും. ഇഷ്ടപ്പെട്ട ഇരിക്കേണ്ട വീട് എനിക്ക് കുറെ ഉണ്ട്. എനിക്കിപ്പം ഒരെണ്ണം പറഞ്ഞാൽ മതി. കൊറേ ഉണ്ട്. ഇഷ്ടപ്പെട്ട റൊമാൻറ്റിക് ഏതാ പറയുന്നത്? ആവേശം ഒന്നും പറയല്ലേ, പ്രൊമോഷൻ. എനിക്ക് ലാലേട്ടന്റെ പഴയ പടങ്ങളൊക്കെ ഇഷ്ടമാണ്. സേഫ് പ്ലേ. ഒന്നും പറയാനില്ല. ഓക്കെ. പ്രീതി. ലാസ്റ്റാ சொல்றேன் யோசிச்சு சொல்றேன். ഓക്കെ, യോസിച്ച് சொல்றேன். എനിക്ക് പലതും മൈൻഡിൽ വരുന്നുണ്ട്. പക്ഷെ പുറത്തേക്കൊന്നും വരുന്നില്ല. അതെ, കാരണം പലതും ഉള്ളതുകൊണ്ട് ഒന്നായിട്ട് പറയാൻ പറ്റുന്നില്ല. ഒന്നാണോ പലതും പറയാവോ? ഒരെണ്ണം അല്ലേ? ഒരെണ്ണം ഏതിലും ഒന്ന് പറയാം അല്ലേ? ഇഷ്ടമുള്ള ഭയങ്കര റൊമാൻറ്റിക്, നല്ല റൊമാൻസാ, ബ്ലഡി റൊമാൻസ്. റൊമാൻസ് ക്ലാസ്സില് ടീച്ചർ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്ന പോലെ അല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ചോദിക്കുന്ന കാര്യം കറക്റ്റ് ആയിട്ട് പറയണ്ടേ. നമ്മൾ ഇത്രയും സിനിമ കളക്ട് ചെയ്തെടുക്കണമല്ലോ ഒരു സിനിമ. സേഫ് പിടിച്ചാൽ ഇങ്ങോട്ട് പോകും, ഞാൻ പിന്നെ പറയാം. വെട്ടിയാരും കാണിച്ചു. ഞാൻ അനിയത്തിപ്രാവ് അനിയത്തിപ്രാവ് വെച്ച് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാ, റിലീസ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട്. നല്ല പ്രായം ഉണ്ടല്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ 30 വർഷം മുമ്പത്തെ കണക്കായിട്ട് അന്ന് എനിക്ക് ഞാൻ എത്ര ജനിച്ചങ്ങണ്ട് ഉള്ളൂ എനിക്ക് 28 ദിവസമായി. തിയേറ്ററിൽ പോയി നേരെ. പിന്നെ അത് വീട്ടുകാർ കൊണ്ടുപോയില്ലേ? അല്ലെ, ഞാൻ സ്കൂളിൽ പഠിക്കുക, എത്ര നല്ല കണ്ടെന്ന് തോന്നുന്നു. അനിയത്തിപ്രാവ് പോയി കണ്ടു. പന്തളം അശ്വതി എന്ന് പറഞ്ഞൊരു തിയേറ്ററിലാണ് പോയി കണ്ടത്. അത് അപ്പൊ എനിക്ക് പിന്നീട് കണ്ടപ്പോ അന്ന് എനിക്ക് ഇമോഷണൽ, ഞാൻ ചേച്ചിയൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഞാനപ്പോ എന്തിനാ ഇവരൊന്ന് കരയുന്നു? അപ്പൊ ഞാൻ നോക്കിയിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യും അവർ കരയുമ്പോ. പിന്നീട് കണ്ടപ്പോ എനിക്ക് ഭയങ്കര മലയാളത്തിലൊരു എവർഗ്രീൻ പടമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങക്ക് തമിഴിൽ കിട്ടി. അനിയത്തിപ്രാവ് കണ്ടപ്പോ ഞാൻ ചിരിക്കായിരുന്നു. വെട്ടിയാർ അപ്പൊ തീർന്നു. അതിനോടണം കുട്ടിയുടെ തനി നിറം പുറത്ത്. നിറം കണ്ടിട്ടുണ്ടോ? ഇല്ല. നല്ല പടം. തമിഴില് കേട്ടോ, കുട്ടിയുടെ തനി നിറം പുറത്ത്. നിറം എന്താ ഇഷ്ടപ്പെട്ടെ? അത് ഏത് സിനിമ? നിറം എന്താ ഇഷ്ടപ്പെട്ടെ? കളർഫുൾ പറയുന്നത്. പിന്നെ പ്രകാശ് മാത്യു ഇപ്പൊ ട്രെൻഡിങ് അല്ലേ? അതെ അതെ. അപ്പൊ മനസ്സിലായില്ല, അതാണ് അതിന്റെ ഒരു ട്രെൻഡിങ് ആവുന്നത്. പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം തമ്മിൽ പ്രേമം നൽകി. ഇതിൽ എന്താ വേണ്ട? അതെ അതെ അതെ. പറ ഋതു. എനിക്ക് കുറെ ഉണ്ട്, പക്ഷെ കുറച്ച് പറയാം. പ്രേമം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹെർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. നമ്മുടെ ഒരു റോബോട്ടിന്റെ ആണോ? റോബോട്ട് അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് റൊമാൻറ്റിക് ജിന്ദഗിയിലൊക്കെ റൊമാൻറ്റിക് അല്ലേ? അത് ഫ്രണ്ട്ഷിപ്പ് ഫിലിമാണ്. അതെ, ഇതിപ്പോ എല്ലാവർക്കും ഓക്കെ. പറ. തമിഴ് சொல்லவா? തമിഴ് മൗനരാഗം ഒരു പഴയ പടം. ഓക്കെ. മൗനരാഗം. മസ്താനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, മസ്താനിയോട് ചോദിക്കാലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? എനിക്ക് ചോദിക്കാനല്ലോ ഇഷ്ടപ്പെട്ട എനിക്ക് 365 days of love. ജീവിതത്തെ പറ്റിയല്ലേ ചോദിച്ചത്? അടിപൊളി. ഞാൻ உங்களுக்கு வேறொரு சிம்பிள் டாஸ்க் தரேன். நீங்க வந்து ஒரு டான்சர் தானே? சோ நவரசங்கள் தெரியுமா? நவரசம் பண்ண வைக்க போறீங்களா? ஓ மை காட். நான் கேட்டிருக்கேன் அங்க இருந்து உங்களுக்கு டாஸ்க் வேணும். ടാക്സി വേണമെന്ന് പറഞ്ഞിരുന്നു. പോകണം. എന്താ ചോദ്യം താങ്കൾ? എനിക്ക് ടാക്സി വേണം, പോകണം. ഓക്കെ, സ്റ്റാർട്ട്. നവരസം എന്നത് അത് മുദ്രം. അന്ന മുദ്രം. அர்ஜுன் ரொம்ப இன்ட்ரெஸ்ட் இருக்கு. ஓகே, அண்ணா அர்ஜுன் வக
ആകെ പൂക്കി രസം, 3 പൂക്കി ഒരു രസം. പൂക്കി രസം, ഒരു സിഗ്മ രസം, ഒരു സിഗ്മ രസം, ഒരു പൂക്കി രസം. ആദ്യം കാണിക്ക്. നിങ്ങളുടെ എത്ര ഇതൊക്കെ എക്സ്പീരിയൻസ് അതല്ല ഇത് ഞങ്ങള് പൂക്കി സിഗ്മ ചേഞ്ച് ആയില്ലല്ലോ, അങ്ങനെ കാണിക്കായിരുന്നു. നിങ്ങൾ ചീറ്റ് ചെയ്തതാ, മലയാള ജനതയെ നിങ്ങൾ ചീറ്റ് ചെയ്തു. അതെ അതെ അതെ. ഒരു സിഗ്മ ഫേസ്, ഒരു ഞാൻ പറഞ്ഞിരുന്നു. സിഗ്മ ഫേസ് എടാ, ഒരു സിഗ്മ രസം, ഒരു പൂക്കി രസം. പ്ലീസ് പ്ലീസ് പറ്റും. ഞാൻ മനസ്സുകൊണ്ടാണ് ഇതെല്ലാം, ശരീരം കൊണ്ടല്ല. ഓക്കെ. പക്ഷെ ഞങ്ങൾ എല്ലാവരെയും പറ്റിച്ചതാ. പക്ഷെ നിങ്ങൾ അറിയാത്ത പക്ഷേ വേറൊരു ഇവർക്ക് കാര്യം. എല്ലാവർക്കും എനിക്ക് എല്ലാവരുടെയും കാര്യം അറിയാം. ഇനി അങ്ങനെ പറഞ്ഞാൽ എല്ലാം ഞാൻ ഇവിടെ വിളിച്ചു പറയും. കോമ്പറ്റീഷൻ ആയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് മിണ്ടാം. ഓക്കെ, ടീം എ ടീം ബി അതെങ്ങനെയുണ്ട്? തുടങ്ങിക്കോ, പറ. ഏതാ? അല്ല, എന്തോ വിളിച്ചു പറയുന്ന പറഞ്ഞിട്ട്. ഈ വേണ്ട, അയാളുടെ അതിലും പറയാൻ പോകുന്നു. അത് നമുക്ക് അയാളുടെ വേറെ ചാൻസ് കല്യാണം എല്ലാവർക്കും അറിയാം. ശരിയാണല്ലോ, അത് public. അടുത്ത ഇന്റർവ്യൂവിൽ വിളിച്ചു പറയാം. ഇവിടെ ആ, ആവശ്യത്തിന് അത് വിളിച്ചു പറയാം. ചുമ്മാ சொன்னது. ആ ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത വേറൊരു കാര്യം ഞാൻ ഇവിടെ റിവീൽ ചെയ്യാൻ പോകണം. പറ. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസണില്, ബിഗ് ബോസ് ഉണ്ടോ? സിനിമ ഉണ്ടോ? അതില് വെട്ടിയാർക്ക് പറഞ്ഞോ? നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞോ? ഉണ്ടോ? അതെങ്ങനെ പുറത്തു വിടുന്നു? എന്നോട് ഇപ്പൊ മേലെ അതങ്ങനെ പുറത്ത് വിടാം, അതൊന്നും പറയണ്ടേ. പാടുണ്ടോ? പറയാൻ പാടുണ്ടോ? പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു. പറയാൻ പാടില്ല. ഞാനങ്ങും ഇല്ല. ഉണ്ട്. ഉണ്ടില്ല. ഒരു സംശയം ഉണ്ടായിരുന്നു നിങ്ങളവിടെ അഭിനയിച്ച. എല്ലാരും ബിഗ് ബോസ് പ്രൊഡ്യൂസർ വരുമെന്നാ പറയുന്നത്. നിങ്ങൾ പൊളിക്കും കേട്ടോ അവിടെ. ഇതാ. ഉണ്ടോ? സത്യം ഞാനൊന്നും ഇല്ല. എന്നെ അവര് കേസ് കൊടുക്കാൻ. ഇല്ല, മേലേന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചായിരുന്നു മുകളിൽ നിന്ന്. അപ്പൊ പറഞ്ഞു എന്തുകൊണ്ട് ഇത്ര ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് ഇവരോട് ഇത് മറച്ചു വെച്ചു? ഞാനില്ല ബിഗ് ബോസ്. ബിഗ് ബോസുകാർ എന്റെ പേര് കേസ് കൊടുക്കണം. ഇല്ല, ഞാനില്ല ബിഗ് ബോസിലില്ല, എന്നെ വിളിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ ഗൈസ്, ബിഗ് ബോസ് ഇപ്പൊ നെക്സ്റ്റ് വീക്ക് വരുമ്പോ നിങ്ങക്ക് കാണാൻ പറ്റും. ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? വോട്ട് ചെയ്യണം. ഓക്കെ പ്രീതി, ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യണം. കേരളത്തിൽ വന്നതിന് ശേഷം ഇവരെവിടെയെങ്കിലും കൊണ്ടുപോയോ കറങ്ങാനൊക്കെ? അൽഫാം വാങ്ങിച്ചു കൊടുത്തു. എങ്ക? ഓ, ആലപ്പിയിലെയാ? കൊച്ചി ഫൈസൽ അൽഫാം മേടിച്ചു. ആ, അത് ഇഷ്ടമില്ല, അത് ഇഷ്ടമല്ല. കൊള്ളത്തില്ല, നോട്ട് ഗുഡ് അല്ലേ? വേവിച്ചു കൊടുത്ത சிக்கன் தந்தூரி சிக்கன் பட் ஆலப்பியில வந்து நிறைய ஃபிஷ் வேற என்ன ഡയറക്ടറുടെ നാട്ടിൽ നിറയെ ഫിഷ് ഇருக்கு. നീ ഉണ്ടാകാ எல்லா அனிமல்ஸும் ட்ரை பண்ணி ஆலப்பியில இந்த கரையில എല്ലാവരും try ചെയ്തു. ഫുൾ ആനിമൽസ് തള്ളിക്കൊന്ന് എവിടെയാ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? പാമ്പിനെ കിടച്ച് പാമ്പിനെ സാപ്പിട്ട? കിടച്ചില്ല. ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റും. ആ ஓகே, ரெக்கமெண்ட் பண்ணாரு. அந்த பசங்க வந்து எல்லாத்தையுமே சாப்பிடும். பாம்பு, തവള, தவளா, പാറ്റ, ക്രൊക്കഡൈൽ. അതെ ക്രൊക്കഡൈൽ ഫ്രൈ. എവിടെയാ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ചങ്ങനാശ്ശേരി. எங்க? மதுரை. നല്ലായിരുന്നു. ബാക്കിയുണ്ടോ എന്തെങ്കിലും? മസ്താനിക്ക് കൊടുക്കാൻ. നമ്മള് വേറെ സ്ഥലത്തെത്തി. വരാം. ചങ്ങനാശ്ശേരി മധുര. മധുരൈ. ഓക്കെ. ഇപ്പൊ എങ്ങനെ അർജു എങ്ങനെ ഈ ഫിലിമിലേക്ക് വന്നേ? പറ. ഞാൻ എന്നാ ഫൈസലൊക്കെ ഇതിന്റെ ഡയറക്ടർ ആണ് ആദ്യം പഠിക്കുന്നത്. ഇതുപോലത്തെ അതെ അദ്ദേഹം ஒரு கேமியோ, ஒரு கேமியோ. ആള് മാസ. இங்க வாங்க. ഇതുപോലത്തെ ഒരു ഞാൻ ഇത് സൊല്ലി ആക്കണം. നിങ്ങൾക്കതാ ഡയറക്ടർ കഥയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് എല്ലാരും വാങ്ങേ കഥയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ കഥയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് എനിക്ക് സിനിമയിലോട്ട് ഇറങ്ങണമെന്നുണ്ടായിരുന്നു, കാരണം ഡയറക്ഷൻ ഒന്ന് പഠിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പഠിച്ചു, ഡയറക്ഷൻ പഠിച്ചു, ആക്ടിങ് പഠിച്ചു, എല്ലാം കുറച്ചായിട്ട് പഠിപ്പിച്ചു. ശരിക്കും அர்ஜுன் അർജു வந்து செட்டுக்கு வந்தோடனே ஏடியா தான் ஜாயின் பண்ணிருந்தாங்கல்ல? எவ்வளவு நாள் ஏடியா ஒர்க் பண்ணி? അത് കോളേജ് ഷൂട്ടിന്. ഓ ഏടി ആയിട്ട് വന്നു. അവിടുന്ന് മാറ്റി அதுக்கப்புறம் கிளம்பி அமுச்சு விட்டாங்க. ഒരു തേടി. ഓക്കെ. അല്ല ശരിക്കും അർജു ഇങ്ങനെയാണോ? ഇത്രയൊക്കെ സംസാരിക്കുള്ളൂ? റോസ്റ്റ് ചെയ്യാനേ അറിയുള്ളൂ അല്ലേ? അവിടെ വേറൊരു ജേണലാണല്ലോ മൊത്തത്തിന്. ആ, ഇവിടെ നമ്മളൊപ്പം ചില്ലായിട്ട്. അല്ല നിങ്ങക്ക് കോമ്പിനേഷൻ ഇല്ലേ മൊത്തം? അപ്പൊ മൊത്തത്തിലും ആളിങ്ങനെ ഭയങ്കര ഒരു ഒതുങ്ങി ഇൻട്രോവേർട്ട് ആയി. ഞാൻ മിണ്ടില്ല. പല മൂഡുകളുണ്ട് പുള്ളിക്ക്. ഡയലോഗ് ഉണ്ടായിരുന്നിട്ട് എത്ര പ്രാവശ്യം കട്ട് ചെയ്തിട്ട് അർജുൻ നോട്ട് ഓൺലി ഇൻട്രോവേർട്ട്, നോ അർജുൻ ഹാസ് മെനി മൂഡ്. ഡയലോഗ് പോലും ടൈമിങ്ങിന് മൂഡ്സിംഗ് ഉള്ള ആളല്ലേ?
സ്വിംഗ് ഇല്ല, ക്യാരക്ടറിന് സ്വിംഗ് ഉണ്ട്, റിയൽ ലൈഫ് സ്വിംഗ് ഇല്ല, പക്ഷെ പല പേഷ്യന്റ് ആണ്. എന്റെ ഭാര്യയൊക്കെ കേൾക്കാണെന്ന്. ഓ ഞാൻ ചെയ്യട്ടെ, നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ്? ഇപ്പൊ ഫ്രണ്ട് ഒരു ഗ്യാങ്ങിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു, എന്നാലും എങ്ങനെയാണ്? ഭയങ്കര കലിപ്പുള്ള, ഇപ്പൊ നമ്മുടെ ആവേശത്തിലെ ക്യാരക്ടർ കണ്ട ഒരു ഗ്യാങ്ങിലുള്ള ആളാണെങ്കിലും വേറൊരു ക്യാരക്ടർ ആണല്ലോ. അപ്പൊ അതേപോലെ നിങ്ങളുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം എന്താ? ഫണ്ണാണോ അല്ലെങ്കിൽ ഭയങ്കര കലിപ്പാണോ? എല്ലാം ഉണ്ട്, ഫണ്ണും ഉണ്ട്. അതെ അതെ. ഇത് കണ്ടിട്ട് ഏതോ ഒരു ഫൈറ്റില് ഒരു സീൻ പോലെ തോന്നുന്നുണ്ട്. അല്ലാണ്ട് ക്ലൈമാക്സ് സീൻ ആയിരിക്കും ചിലപ്പോ. ഇതിന്റെ കുറച്ച് ഷൂട്ട് ചങ്ങനാശ്ശേരിയിലും കുറച്ച് ഭാഗം തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ടാണ്, പറഞ്ഞു മധുരയിലൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാ ഫണ്ണുണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. ഞാൻ പറയട്ടെ, ടോണി ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ടീമിന്റെ കോച്ചാണ്, മാനേജറാണ്, പുള്ളി ഒരു മോട്ടിവേറ്റർ ആണ്. എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സ് കൊടുത്ത് ചേടാ നെഗറ്റീവ് റിയാലിറ്റി നെഗറ്റീവിലാണെങ്കിലും അത് മാക്സിമം പോസിറ്റീവ് ആക്കാൻ നോക്കും. അതെ അതെ. പക്ഷെ അത് നല്ലതാണെന്ന് അറിയത്തില്ല, കുറച്ച് പിന്നീട് എങ്ങനെ വരുമെന്നുള്ളതാണ് നമുക്ക്. ഓക്കെ, അപ്പോ എന്തായാലും ഓണം റിലീസ് ആണ്. എപ്പോഴെങ്കിലും ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ? സദ്യ സാപ്പിട്ട്. ഇഷ്ടം എന്താ കൂടുതൽ ഇഷ്ടം? എന്താ ഇതില് സദ്യയില എന്ന സദ്യയില്? സദ്യയില എന്ന സാപ്പാடு. കൊറേ കറികള്, ചോറ്, അച്ചാറ്, തോരൻ, அப்புறம் சிக்கன் அந்த பாயாசம், പാലട പായസം, பால் பாயாசம், കുട്ടിക്ക് ബുദ്ധിയുണ്ട്. കുട്ടിക്ക് ബുദ്ധിയുണ്ടെന്നാണോ? അല്ല, ചിക്കൻ ഇല്ല എന്നൊക്കെ പറയുന്നത്. ഈ കുട്ടിക്കാണോ? நிறைய வாட்டி சத்யா ഈ കുട്ടിക്ക് ബുദ്ധിയുണ്ട്. ഈ കുട്ടിക്ക് കുട്ടിക്ക് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞപ്പോ ആ കുട്ടിക്ക് ബുദ്ധിയുണ്ടെന്നാ പറഞ്ഞത്. ഈ കുട്ടിയല്ല, ആ കുട്ടി. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമ ഓണം റിലീസ് ആണ്, मैंने प्यार किया. അപ്പം നിങ്ങളുടെ ഈ ഒരു വൈബ് പോലെ തന്നെ ഒരു അടിപൊളി സിനിമ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ മസ്താനിയും അത് തിയേറ്ററിൽ പോയി ആദ്യത്തെ ഷോ തന്നെ കാണണം. ഇതാണ് ഞാൻ കഴിഞ്ഞ 2 ഇന്റർവ്യൂല് പറഞ്ഞത്. സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് ഡേ കാണത്തില്ലേ? ടിക്കറ്റ് ശബരി ചേട്ടൻ തന്നാ ഞാൻ വരും. ഫ്ലെക്സോ വെച്ച് കാണാൻ തോന്നുന്നില്ല. അതെന്താ അങ്ങനെ താല്പര്യമില്ല. ഞാൻ വരും. ഞാൻ എന്റെ റിവ്യൂ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ആ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇനി സിഗ്മ ആയിട്ട് തിരിച്ചു വരാൻ താല്പര്യമുണ്ടോ? ഞാൻ സിഗ്മയാണ് മനസ്സുകൊണ്ട് ഇപ്പോഴും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. കഥയൊക്കെ ഉള്ളിരുന്ന് സിഗ്മ, വെളിയിലിരുന്ന് പൂക്കി. சிக்மான்னு சொல்லிட்டா அது சிக்மா கிடையாது. അല്ല എല്ലാവർക്കും അറിയും മലയാളികൾക്ക്. എല്ലാം ഫാൻസ്ക്ക് തരും സിഗ്മ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ.